TK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ ഏതായാലും കേരളത്തിലെ ആരാധകരെല്ലാവരും കാത്തിരുന്ന പോലെ തന്നെ അർജന്റീനിയൻ ക്ലബ്ബ് കേരളത്തിലേക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരളത്തിനോടും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയോടും ISLനോടും അനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകൾ മാത്രമാണ്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി എല്ലാവരും ഒന്ന് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി ശ്രമിക്കുക. ഏതായാലും ആദ്യത്തെ ഒരു വാർത്ത എന്നുള്ളത് മുഹമ്മദ് ഖാൻ സൂപ്പർ ജെയിൻസിനോട് അനുബന്ധിച്ചുള്ളതാണ്. അതെ, മുഹമ്മദ് ഖാൻ സൂപ്പർ ജെയിൻസിന്റെ ആരാധകർക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. മുഹമ്മദ് ഖാന്റെ സെന്റർ മിഡ്ഫീൽഡ് റോളിൽ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കാൻ കൽപ്പുള്ള അനിരുദ്ധ് ദാപ്പ എന്നുള്ള ആ ഒരു 26-കാരൻ വീണ്ടും കളത്തിലേക്ക് തിരിച്ചു വരാൻ പോവുകയാണ്. ഈ ഒരു താരത്തിന്റെ നിലവിലെ മാച്ച് സ്റ്റാറ്റസ് എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ഒരു സീസണിലേക്ക് നമുക്ക് കാണാൻ സാധിക്കുക 7 മത്സരങ്ങളാണ് മുഹമ്മദ് ഖാൻ സൂപ്പർ ജെയിൻസിന് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുള്ളത്. അതിൽ നിന്നൊരു അസിസ്റ്റ് മാത്രമാണ് ഈ ഒരു താരത്തിന് ഇതുവരെയായിട്ടും നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളതും. ഏതായാലും ഈ ഒരു താരം പരിക്കിനോടനുബന്ധിച്ചുകൊണ്ട് പുറത്തായിരുന്നു. ഏതായാലും ഈ ഒരു താരത്തിന്റെ ഈ ഒരു പരിക്കിനോടനുബന്ധിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണെങ്കിൽ അതിൽ പറയുന്നത് അനിരുദ്ധ് ദാപ്പയെ അടുത്ത ജംഷഡ്പൂർ FCക്കെതിരായുള്ള മുഹമ്മദ് ഖാൻ സൂപ്പർ ജെയിൻസിന്റെ മത്സരത്തിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. താരം പരിക്കൊക്കെ മാറി തിരിച്ചു വരുന്നു എന്നാണ് നമുക്ക് ഇതിലൂടെ അറിയാൻ സാധിക്കുന്നത്. ഇതുകൂടാതെ തന്നെ ഇന്നത്തെ പരിശീലന സെക്ഷനിലും അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിലും ടീമിനോടൊപ്പം പരിശീലനം നടത്തിയില്ല എന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഫിസിയോകൾക്കൊപ്പമാണ് അദ്ദേഹം സമയം ചെലവഴിച്ചത് എന്നും കൂടാതെ തന്നെ കുറച്ച് ദിവസത്തിനോടകം തന്നെ ടീം അംഗങ്ങളുമായിട്ട് അദ്ദേഹം പരിശീലനം ആരംഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇനി ഏതായാലും അടുത്തൊരു വാർത്ത എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയോട് അനുബന്ധിച്ചുള്ളതാണ്. നമുക്കറിയാം നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു മൊറോക്കൻ സ്ട്രൈക്കറാണ് നോഹ സദോയി എന്നുള്ളത്. ഏതായാലും കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സൂപ്പർ ലീഗ് മോസ്റ്റ് അസിസ്റ്റ് ഇൻ വൺ സീസൺ എന്നുള്ള ആ ഒരു സ്റ്റാറ്റസ് പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് ഏറ്റവും ആദ്യം കാണാൻ സാധിച്ചിട്ടുള്ളത് ഗ്രേഗ് സ്റ്റുവാർട്ടിനെയാണ്. നിലവിൽ ജംഷഡ്പൂർ FCയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു താരം 21 മത്സരങ്ങളിൽ നിന്ന് 10 അസിസ്റ്റുകൾ നേടി 1-ാം സ്ഥാനത്താണ് ഇതിലുള്ളത്. ഇനി 2-ാം സ്ഥാനത്തേക്ക് നോക്കുകയാണെങ്കിൽ മജീദ് തലാലിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇനി 3-ാം സ്ഥാനത്ത് ഹ്യൂഗോ ബമസ് ആണ് ഉള്ളത്. ഇനി 4-ാം സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ 2022-23 സീസണിൽ നോഹ സദോയിയാണ് നമുക്ക് ഈ ഒരു ഇതിൽ കാണാൻ സാധിക്കുക. അദ്ദേഹം 20 മത്സരങ്ങളിൽ നിന്ന് 9 അസിസ്റ്റുകളാണ് നൽകിയിട്ടുള്ളത്. ഏതായാലും അദ്ദേഹം അത് FC ഗോവയിൽ കളിക്കുമ്പോഴാണ് അത്രയും അസിസ്റ്റുകളൊക്കെ നൽകിയിട്ടുള്ളത്. ഏതായാലും എനിവേ ഈ ഒരു സ്റ്റാറ്റസിൽ നോഹ സദോയി 4-ാം സ്ഥാനത്ത് ഇടം പിടിച്ചിട്ടുണ്ട്. ഇനി അടുത്തൊരു വാർത്ത എന്നുള്ളത് മുഹമ്മദ് ഖാൻ സൂപ്പർ ജെയിൻസിനോട് അനുബന്ധിച്ചുള്ളതാണ്. അവരുടെ ആരാധകർക്ക് എല്ലാവർക്കും തന്നെ സങ്കടം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. മുഹമ്മദ് ഖാൻ സൂപ്പർ ജെയിൻസിന്റെ അസിസ്റ്റന്റ് കോച്ച് ഈഗോളിന്റെ അമ്മയെ നഷ്ടപ്പെട്ടു, അഥവാ അദ്ദേഹത്തിന്റെ അമ്മ മരിച്ചു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങിയെന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ആത്മാർത്ഥമായ അനുശോചനവും പ്രാർത്ഥനയും അദ്ദേഹത്തിനും കുടുംബത്തിനും ഒപ്പമുണ്ട് എന്നാണ് മുഹമ്മദ് ഖാൻ സൂപ്പർ ജെയിൻസ് ഇതിനോടകം തന്നെ അദ്ദേഹത്തിന് ഓർമ്മയായി, അഥവാ അദ്ദേഹത്തിന്റെ അമ്മയുടെ മരണത്തിന് ഓർമ്മയായിക്കൊണ്ട് മുഹമ്മദ് ഖാൻ സൂപ്പർ ജെയിൻസ് എന്ന ആ ഒരു ക്ലബ്ബ് ഒഫീഷ്യലായിക്കൊണ്ട് പുറത്തേക്ക് വിട്ട സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത്. ഏതായാലും ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ ISLനെ അനുബന്ധിച്ച് കൊണ്ടുപറയാൻ. ഇനി ഏതായാലും ഏറ്റവും സുപ്രധാനമായ വാർത്ത എന്നുള്ളത് നിലവിൽ എല്ലാവരും തന്നെ ചർച്ച ചെയ്യുന്നതാണ് അർജന്റീനിയൻ ടീം കേരളത്തിലേക്ക് വരുന്നു എന്നുള്ളത്. ഏതായാലും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് പ്രകാരം കേരളത്തിൽ അവർ 2 സൗഹൃദ മത്സരങ്ങൾ കളിക്കുമെന്നും കൂടാതെ തന്നെ കൊച്ചിയും തിരുവനന്തപുരവും പരിഗണനയിൽ ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമന്റായി രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് FC കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി എല്ലാവരും ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുമായി ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.